മെയ്ദിനെ ആ ചെറിയ സ്പാനർ നമ്മൾ എന്താ പറയുക എല്ലാ പണ്ടുതൊട്ടേ ഇങ്ങോട്ടുള്ള പാമ്പ് പിടുത്തക്കാരൻ തന്നെ. ഒരു പാമ്പിനെ പിടിക്കുമ്പോൾ ജോജി ഒരു മിനിറ്റ് ഒരു ആകാംക്ഷ ഉണ്ടാവും, ഇത് ആണാണോ പെണ്ണാണോ. ഇപ്പൊ ഞാനാണെന്ന് പറഞ്ഞാൽ ആണ്, പെണ്ണെന്ന് പറഞ്ഞാൽ പെണ്ണ്. അതിനിപ്പോ അവരെന്റെ വാല് പൊക്കി നോക്കാനോ തല പൊക്കി നോക്കാനൊന്നും പോകുന്നില്ല. അവർക്കൊരു സമാധാനം. ഓ ചേട്ടന്മാരെ, ഇനിയാണ് എന്റെ ഷോ. താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്താണ് ഒരു പാമ്പ് ആണാണോ പെണ്ണാണോ ഇത്ര പ്രായം എന്തിന്റെ അടിസ്ഥാനത്തിൽ? നിങ്ങൾ ഈ ചോദ്യം നിങ്ങൾ വായിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് റോമനസ് വിറ്റേക്കറിനോ ചോദിക്കുന്നില്ല? ഞാൻ ചോദിക്കും പിന്നെ ചൂടാണ്ട് ഇല്ല അതോ വെയിറ്റ് ചെയ്യും മനുഷ്യൻ. ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ ബുക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, പാമ്പിന്റെ തല നോക്കിയും ശൽക്കങ്ങൾ നോക്കിയും ടൈലിന്റെ എൻഡ് നോക്കിയും ആണും പെണ്ണും പറയാൻ പറ്റുന്ന പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നില്ല? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഒരു വിഷകാരി, തനിക്ക് വിഷ ഊതി ഇറക്കാനേ അറിയാവൂ, തുപ്പാൻ അറിയില്ല. റോഷിജിയുടെ ഒരു 50ഓളം വീഡിയോസ് എന്റെ ഉണ്ട്. പുള്ളി ഇങ്ങനെ അണലിയൊക്കെ ഇങ്ങനെ തൂക്കിക്കൊണ്ട് പോകുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. റെസ്ക്യൂർമാർ എന്ന് പറഞ്ഞ് പിടിക്കുന്ന ആൾക്കാര് പാമ്പിനെ കൊണ്ട് പല ജനവാസ മേഖലയിലും തുറന്നു വിടുന്നുണ്ട്. തെളിവ് സഹിതം എന്റെ ഉണ്ട്. ഞാൻ വിട്ട കാര്യം കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി മേലാൽ മൂക്കിലിരുന്ന് മൂളിയാൽ ചിന്തേരിട്ട് കളയും ഞാൻ. പാമ്പിനെ പിടിക്കുന്നില്ലേ? ഇപ്പോഴും പിടിക്കുന്നുണ്ട്. എങ്ങനെ പിടിക്കണേ? 3000, 3500, 4000, 2500 പൈസ വാങ്ങിച്ചിട്ടാ പിടിക്കണത്. തെളിവാണോ നിങ്ങൾ? എന്റെ ഉണ്ട് വീഡിയോ. ഇവിടെ പേഴ്സണലായിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. പിടിച്ച പാമ്പ് ചത്തിട്ടില്ല സുരേഷ് ഏട്ടൻ പറയട്ടെ. വെറുതെ സുരേഷനായിട്ട് മുട്ടാൻ നിൽക്കണ മോളെ അസുരവത്ത പറഞ്ഞ കറക്റ്റാണ്. എവര് പിടിക്കുന്ന പാമ്പുകളും ചാവുന്നുണ്ട് ഇഷ്ടം പോലെ ചാക്കിനകത്ത്. ഒരുപാട് തെളിവ് എന്റെ പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ പാമ്പുകൾ മരിക്കാറുണ്ട്. എങ്ങനെയാണ്? ചിലർ മണ്ണെണ്ണ ധാരാളം ഒഴിക്കാറുണ്ട്, ഒത്തിരി മണ്ണെണ്ണ ഒഴിച്ച് കിട്ടാറുണ്ട്. ആ കുപ്പിക്കകത്ത് ചിലപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അന്നോ പിറ്റന്നോ മരിച്ചു രക്ഷപ്പെടത്തില്ല, വിടാനും പറ്റില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? പാമ്പ് കടി എപ്പോഴും ആർക്കും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പാമ്പിനെ പിടിക്കുന്ന ആളെന്ന് പറഞ്ഞ ഒരു പറമ്പിൽ കൂടെ നടന്നു പോകുമ്പോൾ പാമ്പ് കടിക്കില്ല എന്ന് പറയാൻ പറ്റും? സുരേഷ് അങ്ങനെ നടന്നു പോയപ്പോഴാണോ കടിയുണ്ട്? സുരേഷ് സർക്കസ് കാണിച്ചപ്പോഴാണ് എല്ലായിടത്തും തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. നിങ്ങൾ സർക്കസ് എന്ന് പറയും, പാമ്പ് പിടിക്കുന്നവൻ അവന്റെ ജീവൻ നോക്കിക്കൊണ്ടാ പോകുന്നത്. അല്ലാണ്ട് എന്നെ ഇപ്പൊ പാമ്പ് പിടിച്ച് കടിക്കും ഞാൻ ചാവുന്ന ഓർത്തോണ്ട് അതിന്റെ വായിക്കാത്തോണ്ട് കാല് വെക്കുവോ? കൊടുക്കുന്ന ഒരു ഇതെന്താണ്? നമ്മള് ബൈ ചാൻസിൽ ഇപ്പൊ നമ്മള് ഒരു കിണറ്റിൽ പാമ്പ് വീണാൽ കിണറ്റിൽ വെള്ളം ഉപയോഗിക്കാത്ത ആൾക്കാർ ധാരാളമുണ്ട്. കിണറ്റ് മൂടുന്ന സംഭവങ്ങൾ ഒരുപാട് ഞാൻ വേണേ കാണിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ അഥവാ നമ്മുടെ ശരീരത്തിൽ അതിനു വേണ്ടിയാണ് ഞാൻ 100% ഞാൻ യോജിക്കുന്നു. വെള്ളം കുടിച്ച് കാണിച്ചാ പോരെ? ഈ വനം കൊണ്ട് വെള്ളം കിണറ്റി ഒഴിച്ചിട്ട് കാണിക്കാൻ പറ്റും. വേറൊരു സ്ഥലത്ത് നിന്ന് പിടിക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കാണിക്കാൻ പറ്റുള്ളൂ. ശവത്തെ കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. കൂടുതൽ കടി മേടിച്ച ആളല്ല ഏറ്റവും നല്ല പാമ്പ് പിടുത്തക്കാരൻ. 25 കൊല്ലമായിട്ട് ഇവിടെ പാമ്പ് പിടിക്കുന്ന ജോയിച്ചേട്ടനുണ്ട്. ഒരു കടി പോലും ഏറ്റിട്ടില്ല. ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല റെസ്ക്യൂർ ആരാണ് എന്ന് ചോദിച്ചാൽ ജോയിച്ചേട്ടനാണ്. അപ്പൊ നിങ്ങളിപ്പോ ട്രെയിനിങ് കൊടുത്ത് പാമ്പ് കടി കേട്ടവരെയൊക്കെ മോശം എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളിപ്പോ കൊടുത്തൊരു 100 പേർക്ക് 5 ദിവസം കടി കിട്ടി. അവരെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? അവരെയൊക്കെ നിങ്ങൾ അങ്ങ് അടിച്ചു കേരളത്തിൽ നിന്ന് പോകാൻ പറയോ? എത്ര കൊടുത്തറ ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിട്ടുണ്ട്. അത് പോരായിരുന്നു. ഇതൊരു മാതിരി വേലിയായിരുന്ന പാമ്പിനെ എടുത്ത് അവിടെ ഒന്നും വെച്ചേക്കല്ലേ.